കായിക കേരളം പടവലങ്ങ പോലെ താഴോട്ട് വളരാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. നമുക്ക് ഉദ്ദേശിച്ച പോലുള്ള മെഡൽ നേട്ടങ്ങളൊന്നും ഒളിമ്പിക്സിലും കിട്ടിയില്ല ഇന്ത്യ ഒന്നാകെ നോക്കുമ്പോൾ. എങ്കിലും നമ്മുടെ ഒരു കായിക താരം വളരെ 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 സ്തുത്യർഹമായ ചില പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. ഈ ഒളിമ്പിക്സിലും അദ്ദേഹം വെങ്കല മെഡൽ നേടി. ഹോക്കിയുടെ താരം അല്ലെങ്കിൽ ഹോക്കി താരം ശ്രീജേഷാണ്. ശ്രീജേഷിന് സംസ്ഥാന സർക്കാർ ഒരു സ്വീകരണം വാഗ്ദാനം ചെയ്തു, സ്വീകരണം അറേഞ്ച് ചെയ്തു. അത് ഇന്നാണ് നടക്കേണ്ടത്, തിങ്കളാഴ്ച. എന്നാൽ ഇന്നലെ തന്നെ ശ്രീജേഷ് നാട്ടിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തുകയും ചെയ്തു ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി. പിന്നീട് അറിയാൻ കഴിയുന്നു ആ പരിപാടി മാറ്റിവെച്ചുവെന്ന്. മാറ്റിവെച്ച കാര്യം ഇതിൻ്റെ സംഘാടകരായ വിദ്യാഭ്യാസ വകുപ്പോ കായിക വകുപ്പോ ശ്രീജേഷിനെ അറിയിച്ചിരുന്നില്ല എന്നാണ് പുറത്തു വരുന്ന വിവരം. എന്തൊരു കഷ്ടമാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അവസ്ഥ. ഈ മന്ത്രിമാർ തമ്മിൽ അടിയെന്നാണ് പറയുന്നത്. കാരണം വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥനാണ് ശ്രീജേഷ്. അതുകൊണ്ട് ശ്രീജേഷിൻ്റെ നേട്ടത്തിൽ കൂടുതൽ ആഹ്ലാദം വിദ്യാഭ്യാസ വകുപ്പിനാണ്. അതുകൊണ്ട് പരിപാടിയുടെ സംഘാടകർ വിദ്യാഭ്യാസ വകുപ്പായിരിക്കുമെന്ന് ഒരു മന്ത്രി, അത് മാറ്റാരുമെന്നല്ല നമ്മുടെ വി ശിവൻകുട്ടി. കായിക മന്ത്രാലയത്തിനാണ് അല്ലെങ്കിൽ കായിക വകുപ്പിനാണ് കൂടുതൽ ആ പരിപാടി നടത്താൻ യോഗ്യതയുള്ളതെന്ന് കായിക മന്ത്രി. ഈ മന്ത്രിമാർ തമ്മിലടി. ആര് കൊടുക്കും സ്വീകരണം, ആര് ആദരിക്കും? ഈ തർക്കം മുഖ്യമന്ത്രിയുടെ ചെവിയിലും എത്തി. അതുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു പരിപാടി തൽക്കാലത്തേക്ക് മാറ്റിവെക്കും. മാറ്റിവെക്കാൻ നിർദ്ദേശിച്ച മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നോ പരിപാടി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാനിരുന്ന വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നോ കായിക വകുപ്പിൽ നിന്നോ ശ്രീജേഷിന് യാതൊരു അറിയിപ്പും പോയില്ല പരിപാടി മാറ്റിവെക്കുന്നുണ്ടെന്ന്. ശ്രീജേഷ് കുടുംബസമേതം തിരുവനന്തപുരത്തെത്തി. അപ്പോഴാണ് അറിയുന്നത് പരിപാടി മാറ്റിവെച്ചുവെന്ന്. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ശ്രീജേഷിനെ വിളിക്കുന്നു. വീട്ടിലൊരു വിഭവസമൃദ്ധമായ സദ്യയും കൊടുക്കുന്നു. ശ്രീജേഷ് സദ്യയൊക്കെ കഴിച്ചു, വളരെ സന്തോഷം. സുരേഷ് ഗോപിക്കും സന്തോഷം. അങ്ങനെ ഗോളിയില്ലാത്ത പോസ്റ്റിൽ സുരേഷ് ഗോപി ഒരു ഗോൾ അടിക്കുകയും ചെയ്തു. ശ്രീജേഷിൻ്റെ കാര്യത്തിൽ സുരേഷ് ഗോപിയാണ് ക്യാപ്പണിഞ്ഞത്. കാരണം സുരേഷ് ഗോപി ശ്രീജേഷിനെ നന്നായി ട്രീറ്റ് ചെയ്തു. സംസ്ഥാന സർക്കാരാകട്ടെ അമ്പെ പരാജയപ്പെടുകയും ചെയ്തു. എന്തൊരു നാണക്കേടാണ്. ഇത്ര വലിയ മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു കായിക താരത്തിന് ആദരം നൽകാൻ വിളിച്ചു ചേർത്ത ഒരു സമ്മേളനം. അത് വലിയ ആന സമ്മേളനമൊന്നുമില്ല, ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിലെ ഒരു ചെറിയ പരിപാടി. അതിനകത്ത് ഒരുപാട് കായിക താരങ്ങളുണ്ടാകും. അതൊരു ആഘോഷമാണ്, ശരിയാണ്. സാധാരണ സർക്കാർ സംഘടിപ്പിക്കുന്നത് പോലുള്ള ഓണം വാരാഘോഷമോ അല്ലെങ്കിൽ കേരളീയം പോലുള്ള തട്ടിപ്പ് ഉടായ്പ പരിപാടിയോ ഒന്നുമല്ല. വളരെ ചെറിയ വളരെ രസകരമായ വളരെ സന്തോഷിക്കേണ്ട ഒരു പരിപാടി. അതിൻ്റെ ആസൂത്രണവും നടപ്പിലാക്കലുമൊക്കെ വിദ്യാഭ്യാസ വകുപ്പും കായിക വകുപ്പും കൈകോർത്ത് ചെയ്താൽ എന്താണ് കുഴപ്പം? ആദരിക്കട്ടെ, രണ്ടുപേരും ചേർന്ന് ആദരിക്കട്ടെ. ഇതങ്ങനെയല്ല, ഇതെനിക്ക് വേണം, എനിക്കാണ് ക്രെഡിറ്റ് എന്ന തരത്തിലുള്ള തർക്കമാണ് പുരോഗമിക്കുന്നത്. നാണക്കേടെന്നല്ലാതെ ഇതിന് പറയാൻ മറ്റൊരു പേരില്ല. ഇങ്ങനെ നാണക്കേടാണ്, ഇങ്ങനെ നാണം കെട്ട പോക്കാണ് കായിക കേരളത്തിൻ്റെ മികവ് പടവലങ്ങ പോലെ താഴോട്ട് വളരാൻ കാരണം.